drama, excitement, which is so characteristic of what horse racing is all about. My goodness, it's simply amazing that this race has generated so much of interest. Jockey Jerry Schroff, he's riding number 5 Blue Star, and the disappointing news here is that winner horse. രാഹുൽ തന്നതാണ്. I do wish you. Mr. Gautam Krishna. Yes. I heard a lot about you. But today, you're not going to win the race. That we'll see on the track. എന്താണ് ആ ഡ്രാക്കുള പറഞ്ഞത്? ഞാൻ ഈ റേസ് ജയിക്കില്ലെന്ന്. അവന്റെ എല്ല് വിട്രാ. മിസ്റ്റർ വീരേന്ദ്ര ഗൗണ്ടർ, ഈ റേസിൽ ആര് ജയിക്കും? സാർ, ആ ബാങ്കിലെ കാര്യം. ഇതിനിടയ്ക്ക് തന്റെ കടന്നു പോടോ. എന്താ? ബാങ്കിൽ നിന്ന് ഓടി പാസ്സായില്ല. മാനേജർ ആദ്യം സമ്മതിച്ചതായിരുന്നു. പാസ്സാവില്ല. ഇതിന്റെ ഒക്കെ പിന്നെ സ്ത്രീയാ, രാധികാവർമ്മ. ബാങ്ക് മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോ ഇനി എന്ത് ചെയ്യും? ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്.
ഇന്ന് റേസ് കോഴ്സിലെ ഇൻസിഡന്റിന് ശരിക്കും കുറ്റക്കാരൻ കൊടയിൽ വെങ്കടേഷിന്റെ ജോക്കിയാണ്. ഐ വിൽ ഷോ യു. വേണ്ട, കണ്ടു. ടർഫ് ക്ലബിൽ അയാൾക്കെതിരെ ഒരു തെളിവായി ഞാനിത് കാണിക്കും. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടണ്ട. വലിയ വലിയ ആളുകൾ നടത്തുന്ന കളിയാണിത്. ആ കാസറ്റ് തരൂ. ഡാഡി, എത്ര പേരുടെ കാശാണ് ഈ ചതി കാരണം? അത് അന്വേഷിക്കേണ്ട കാര്യം നിനക്കില്ലാന്നാ ഞാൻ പറഞ്ഞത്. ഡാഡിക്കില്ലേ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക്? Will you shut your bloody mouth? ഡാഡി പ്ലീസ്. അമൃത മാറാൻ. കൊടയിൽ വെങ്കടേഷിനെ പേടിച്ചാണോ ഡാഡി? അമൃത, ഇല്ലെങ്കിൽ ആ മാഫിയ സംഘത്തിന് ഡാഡി കൂട്ടു നിൽക്കുകയാണെന്ന് ഞാൻ പറയും. ഇല്ലിസിറ്റ് ഡിസ്റ്റിലറി തൊട്ട് സകല വൃത്തികേടുകളും നടത്തുന്ന അവരുടെ പണം വാങ്ങി. മാസ്റ്റർ ഇവിടെ ഉണ്ട്. മോനെ ഗൗതം, സാരമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. നോ, അവൻ വീണ്ടും വരും. കൊടയിൽ വെങ്കടേഷ് ഈ കട്ടിലും കിടക്കയും പെട്രോൾ ഒഴിച്ച് തീ വയ്ക്കും. രക്ഷപ്പെടാനാവില്ല. ആ തീ പടരും. ഈ ആശുപത്രി കെട്ടിടം മുഴുവൻ ആളിക്കത്തും. നീയടക്കം അതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടി പിടഞ്ഞു വെന്തി ചാമ്പലാകും. என்னது இந்த பைத்தியத்தை யார் உள்ள விட்டது? வெளிய கொண்டு போங்க. നീ സൂക്ഷിച്ചോ, അവൻ വീണ്ടും വരും. കൊടയിൽ വെങ്കടേഷ് അവനെല്ലാം കത്തിച്ച് ചാമ്പലാക്കും. നീ സൂക്ഷിച്ചോ ഗൗതം, അവൻ നിന്നെ കൊല്ലും, നിന്റെ കുതിരകളെ കൊല്ലും. അവൻ തിരിച്ചു വരും, അവൻ നിന്നെ കത്തിച്ച് ചാമ്പലാക്കും. നിന്നെ അവൻ കൊല്ലും ഗൗതം, നിന്നെ അവൻ കൊല്ലും. Number 1, Black Beauty. Number 2, Brown Stone. ഇനി മൂന്നാമത്തെ കുതിരയെ എഴുതിക്കൊള്ളൂ. ഗോൾഡ് ട്രംപറ്റ്. Gold trumpet. Number 4, Queen of Blues. Queen of blues. Number 5, Stringery. Sting. ആയില്ലേ? ഓ, വക്കീൽ എവിടെ? സ്വാമി നമ്മളോട് പിണങ്ങിയും തോന്നുന്നു. പോയി. ഗൗതം, ഈ കുതിരഭ്രാന്ത് അവരവിടെ ആലോചിക്കുന്നത് ജാക്ക്പോട്ടിനാ. 5 കുതിരകൾക്ക് ഒരുമിച്ച് ബെറ്റ് കെട്ടുക. റിസ്ക് അല്ലേ കുട്ടി? കൊടയിൽ വെങ്കടേശന്റെ കുതിരയ്ക്കും ബെറ്റ് കെട്ടുന്നുണ്ട്. അരുതെന്ന് നീയെങ്കിലും ഒന്ന് പറയൂ ഗൗതം അച്ഛനോട്. മോനെ ഗൗതം, റേസിലോടുന്ന കുതിരയെ പോലെ പന്തയം കിട്ടുന്നവരുടെ ആശയ്ക്ക് കടിഞ്ഞാനിടാനാവില്ല. തോൽക്കുന്തോറും പിന്നെയും ജയിക്കാനാവും വാശി. അച്ഛനെ കളിയിൽ കുറെ കടം വന്നിട്ടുണ്ട്. അത് തീർക്കണമെങ്കിൽ ചെറിയ തുകയ്ക്ക് ബെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ജാക്ക് പോട്ടിന് തന്നെ പോണം. അത് റിസ്ക് അല്ലേ അച്ഛാ? നമുക്ക് ഈ വീടും വസ്തുക്കളും വിറ്റ് കടം വിട്ടാം. ബാക്കിയുള്ളതുകൊണ്ട് സ്വസ്ഥമായി ജീവിച്ചൂടെ? ഇത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് അച്ഛന്റെ കടം വീടില്ല മോനെ. അച്ഛനത് കൊടയിലിന് പണയപ്പെടുത്തുകയാണ്. അച്ഛന്റെ മനസ്സ് പറയുന്നു നമ്മൾ ഈ റേസിൽ ജയിക്കുമെന്ന്. മോൻ ഇതിന് സമ്മതിക്കില്ലേ?
ഗൗതം അച്ഛനെ പോയി നോക്കേ ചെല്ലേ. എടാ വെങ്കടേഷ്, വേഗം വണ്ടി എടു. എടാ നീ എന്നെ ചതിച്ചു. നിനക്ക് പണയപ്പെടുത്തി എന്റെ വസ്തുക്കൾ തിരിച്ചെടുക്കാതിരിക്കാൻ കൂടെ നിന്ന് നീ എന്നെ തോൽപ്പിക്കുകയായിരുന്നു. കൃഷ്ണ, കുതിര ഓടാത്തതിന് എന്നെ പഴിച്ചിട്ട് എന്താ കാര്യം? നിന്റെ കുതിരയെ നീ കൽപ്പിച്ചു കൂട്ടി പുറകോട്ട് വലിച്ചതല്ലേ? യു ബാസ്റ്റർ, ബ്ലഡി ചീറ്റ്. എന്നെ എന്റെ മകനെ നീ തെരുവിൽ ഇറക്കിയില്ലേ? വണ്ടി വിട്, പോ. കരയണ്ട മോനെ, അച്ഛൻ്റെ തെറ്റ്. റേസിൽ ഒരു പന്തയ കുതിര തളർന്നു വീണാൽ പിന്നെ അതിനെ ഇഴഞ്ഞ് ജീവിക്കാൻ വിടരുത്. കൊല്ലണം. മേഴ്സി കില്ലിങ്. വെങ്കടേഷ് അത് ചെയ്തില്ല. അച്ഛാ, മോൻ പോയി ഉറങ്ങിക്കോ. പോയിക്കൊള്ളൂ. അച്ഛാ, അച്ഛാ, മോൻ എങ്ങനെ വന്നേ? ആന്റിയുടെ കൂടെ വന്നതാ. എന്റെ വീട്ടിലേക്കാണെന്നും പറഞ്ഞു കൊണ്ടുവന്നതാ. ഒരുപാട് മുറിഞ്ഞോ? സാരില്ല മോനെ. മോൻ എന്താ കഴിക്കാൻ വേണ്ടേ? അയ്യോ, അതിനൊന്നും സമയമില്ല. നമുക്ക് പെട്ടെന്ന് പോണ്ടേ? ഇല്ല, ഞാൻ വരില്ല. രാഹുൽ, എല്ലാം പറഞ്ഞിട്ടല്ലേ ഞാൻ കൊണ്ടുവന്നത്. വരൂ. ഞാൻ വരില്ല. അവൻ കുറച്ച് സമയം കൂടെ ഇവിടെ നിൽക്കട്ടെ. താമസിച്ചാൽ അവർക്ക് സംശയമാവും. പിന്നെ ഒരിക്കലും വിടില്ല. ഞങ്ങൾ നാളെയും വരാം. ചിലപ്പോ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യും. എന്നാ ഞങ്ങൾ വരട്ടെ. വരൂ രാഹുൽ. മോൻ ആന്റി പറയുന്ന അനുസരിച്ച് ചെല്ല. അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്കെതിരെ ഗൗതമിനെ നിങ്ങൾ സഹായിച്ചു. പണം കൊണ്ടും മറ്റു വിധത്തിലും. പിന്നെ എന്തിനിപ്പോ ഇവിടെ വന്നിരിക്കുന്നു? വയ്യ ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കിയത്. വെങ്കടേശുമായിട്ടുള്ള അലയൻസിന് തടസ്സം നിന്നത് ഗൗതമാണ്. പിന്നീട് റേസിലുണ്ടായ സകല നഷ്ടത്തിനും കാരണക്കാരൻ. അവനോടുള്ള ശത്രുത വെച്ച് ഇനിയും എന്നെ ശിക്ഷിക്കരുത്. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ സഹായിക്കണം. ഗൗതമിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. വെങ്കടേഷും ഞാനുമായുള്ള അടുപ്പം അറിയാമല്ലോ. നിങ്ങൾ തമ്മിലുള്ള മത്സരം ഒഴിവാക്കണം. ബാക്കി കാര്യങ്ങൾ മാഡം എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. ശരി. അപ്പോ ഞാൻ വരട്ടെ. ദേവരാജ് എനിക്ക് അയച്ച വക്കീൽ നോട്ടീസാണ് സ്വാമി. റൂബി ഫൈനാൻസിന്റെ ലോൺ ഇൻട്രസ്റ്റ് സഹിതം 10-15 ലക്ഷത്തി ചില്വാനം രൂപ. ഇത്രയും പണം നിങ്ങൾ വാങ്ങിച്ച ശരിയാണോ? അതെ, കുറെ മടക്കി കൊടുത്തിട്ടുണ്ട് സ്വാമി. ഇനി കുറച്ചേ ബാക്കിയുള്ളൂ. കൊടുത്തതിന് രേഖകൾ വല്ലതുമുണ്ടോ? ഇല്ല. തന്നതിന് അവരുടെ പക്കൽ കാണും. അതാ ഞാൻ പെട്ടെന്ന് വന്നത്. വല്ല വഴിയിലും കടം വാങ്ങിയാൽ വെളിയിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയും. പക്ഷെ ദേവരാജ് എന്തിന് നിങ്ങളോട് ഇത് ചെയ്തു? നിങ്ങളുടെ സ്റ്റഡ് ഫണ്ട് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഷെറഫ്.
അടുത്ത റേസ് കൂടി കഴിഞ്ഞാൽ ഇയാൾ നിങ്ങളുടെ കുതിരയെ ഓടിക്കും. ഗൗതമിന്റെ നഷ്ടം പുള്ളി തീർത്തു തരും. പോരെ? നഷ്ടം വേറെയുണ്ട്. ഇടനിലക്കാരൻ ജയനാണല്ലോ. വെങ്കടേശനോട് ആ കാര്യം കൂടി സംസാരിക്കണം. നിങ്ങൾ ഒന്നായ സ്ഥിതിക്ക് ഇനിയിപ്പോ ആ കണക്കൊക്കെ പറയണോ? എന്താ നിനക്ക് വേണ്ടത്? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. പറഞ്ഞു നിർത്തി ചോദിക്കുകയാണോ? അതെ. നിങ്ങൾ എന്റെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തതിൽ എനിക്ക് പരാതിയില്ല. മറ്റെവിടെയെങ്കിലും ജോലി ചെയ്ത് ഞാൻ ജീവിച്ചോളാം. പക്ഷേ ഞാൻ കടം വാങ്ങിയ പണം പലപ്പോഴായി തിരിച്ചു തന്നിട്ടും വീണ്ടും അത് ആവശ്യപ്പെടുന്നതിന്റെ കാരണം എനിക്കറിയണം. താൻ കാരണം എനിക്ക് എന്റെ കുതിര നഷ്ടപ്പെട്ടില്ലേ? മനഃപൂർവ്വം കുതിരയെന്ന് വീണ് നീ എന്റെ റൈസ് തോപ്പിച്ചില്ലേ? ഒരുമാതിരി വൃത്തികെട്ട വർത്താനം പറയരുത്. ഗൗതം, എന്നെ പിരിച്ചുവിട്ടത് ഇത്തരം നാറുകൾക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. What's he saying? Shut you dirty cheat. അതേടാ, തന്നെ തോൽപ്പിക്കാൻ കൊടുക്കാനുള്ള കാശിന് തന്നെ കൊണ്ട് ജയിലിൽ ഇരുമ്പഴികൾ എണ്ണിക്കും. തന്റെ മകനെ ഞങ്ങൾ വളർത്തും. ആ ചെറുക്കനെ ഒരിക്കലും എനിക്ക് തിരിച്ചു കിട്ടില്ല. Gautam, stop it. അടിയടാവനെ, എന്താണ് നോക്കി നിൽക്കുന്നേ? അടിക്കാൻ! എടാ, ഞാനാ പറയുന്നേ, അടിക്കാൻ! അടിയടാവനെ! നന്ദി കേട്ട നായ്ക്കളെ, എന്നെ അനുസരിക്കാത്ത ഒരുത്തനെ എനിക്കിവിടെ ആവശ്യമില്ല. ഇറങ്ങിപ്പോടാ, പോകാൻ! താനല്ലേ നേതാവ്? ആണെങ്കിൽ പിരിഞ്ഞു പോണം. ഇന്ന് തന്നെ എല്ലാരും പിരിഞ്ഞു പോണം. ഈ ഫാമിൽ നിന്ന് നിങ്ങളെ ആരെയും കണ്ടുപോകരുത്. വേണ്ട, ഞാൻ കാരണം ആരും ബുദ്ധിമുട്ടരുത്. ഉള്ള ജോലി നഷ്ടപ്പെടുത്തരുത്. വന്നോളൂ. മുതലാളി പറഞ്ഞ അനുസരിക്കാതിരിക്കണ്ട. എന്ത് വേണം ചെയ്യാം. അടിച്ചോളൂ, അടിച്ചോളൂ.